പ്രധാന വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പിടികൊടുക്കാതെ നേതാക്കൾ. കേസിൽ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, DCC മുൻ ട്രഷറർ KK ഗോപിനാഥ് എന്നിവരെ പ്രതി ചേർത്തെങ്കിലും നിലവിൽ ഇവരെപ്പറ്റി യാതൊരു വിവരവുമില്ല. എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. നേതാക്കൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി വയനാട് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, നേരത്തെ തന്നെ ഈ കേസിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടിരുന്ന ആളാണ് IC ബാലകൃഷ്ണൻ. അതിനുശേഷം ഈ DCCയുടെ അധ്യക്ഷൻ ND അപ്പച്ചനും സമാനമായ രീതിയിൽ ഈ കേസിലേക്ക് വരുന്നു. പിന്നീട് ഗോപിനാഥ് ഇതിൽ കേസിൽ പ്രതിയാകുന്നു. ഇപ്പോൾ ഇവർ 3 പേരും ഫോണുകൾ ഓഫ് ചെയ്തു വെച്ച നിലയിലാണുള്ളത്. അപ്പോൾ പ്രതികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശം? ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടതുണ്ട്. കാരണം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് ഈ കുറ്റാരോപിതരായ ആളുകൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. IC ബാലകൃഷ്ണൻ MLAയും ND അപ്പച്ചനും വയനാട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. KK ഗോപിനാഥൻ എറണാകുളം ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും ജാമ്യം ലഭിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇവരെ കാണാതായിട്ടുള്ളത്. ഇവർ നിലവിൽ ND അപ്പച്ചൻ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അതേപോലെ തന്നെ IC ബാലകൃഷ്ണൻ തൃശ്ശൂർ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. KK ഗോപിനാഥന്റെ മൊബൈൽ ഫോൺ രാവിലെ തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അദ്ദേഹം ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തുകയാണെന്നാണ് ഇന്നലെ രാവിലെ തന്നെ ഉള്ള സൂചനകൾ. എന്തായാലും 3 പേരും ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പ്രതിപട്ടികയിലായ സ്ഥിതിക്ക് തന്നെ ഇവരെ അറസ്റ്റിലേക്കുള്ള നടപടികൾ വളരെ ദ്രുതഗതിയിൽ പോലീസ് നീക്കുന്നതിന്റെ ഇടയിലാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഇതിനെ പ്രതിരോധിച്ച കോൺഗ്രസും ഇപ്പോൾ നിശബ്ദമായിട്ടുണ്ട്. പ്രതിപട്ടികയിൽ ചേർത്തതോടെ കൂടുതൽ പ്രതിരോധത്തിലായിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ പറയുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പ് തന്നെ വ്യാജമാണ്, അതിന്റെ ആധികാരികത പരിശോധിക്കണം എന്ന ദുർബലമായ ന്യായത്തിലാണ് ഇപ്പോൾ KPCC നേതാക്കളും ജില്ലാ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ നിൽക്കുന്നത്. എന്തായാലും കോടതിയിൽ വരേണ്ട കാര്യമായതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പോലീസ് അതിൽ ആധികാരികത ഉറപ്പുവരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റ് നടപടികളിലേക്ക് സ്വാഭാവികമായി പോകും. IC ബാലകൃഷ്ണൻ MLA ആയതുകൊണ്ട് തന്നെ സാങ്കേതികമായ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സമാന്തരമായി പോലീസ് പൂർത്തിയാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് വൈകാതെ ഈ തിങ്കൾ ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് നടക്കുമെന്നുള്ള സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഇവർ മുൻകൂർ ജാമ്യത്തിനായി ശ്രമം നടത്തുന്നത്. വലിയ തരത്തിൽ പ്രതിരോധത്തിലാവുകയാണ് KPCC സംസ്ഥാന നേതൃത്വമെന്ന് ഈ ഘട്ടത്തിൽ പറയണം. മാത്രവുമല്ല, ഈ ഇരകളുടെ കടബാധ്യതകൾ ഉൾപ്പെടെ ഏറ്റെടുക്കാമെന്ന അല്ലെങ്കിൽ പരിഹരിക്കാമെന്ന KPCCയുടെ മുതിർന്ന നേതാവിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള ഉപസമിതി അധ്യക്ഷനായ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള വാഗ്ദാനം ഈ തരത്തിൽ ഈ അഴിമതി പണം സ്വാഭാവികമായും പാർട്ടിക്ക് വേണ്ടി വാങ്ങി എന്നത് സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ പ്രതിരോധങ്ങൾക്കും ആ വിഷയങ്ങൾക്കും KPCC മറുപടി പറയേണ്ടി വരും. അഴിമതി പണം തന്നെയാണ് അതെന്നും ആ അഴിമതി പണം എങ്ങനെ കൊടുത്തു തീർക്കുന്നു, ഈ കടബാധ്യത ഏറ്റെടുക്കാൻ KPCCക്ക് ഏത് തരത്തിലാണ് ബാധ്യത ഉണ്ടാവുന്നത് എന്നതിനൊക്കെ KPCC മറുപടി പറയേണ്ട സാഹചര്യം കൂടിയുണ്ട്. CPM വലിയ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുകയാണ്. 13-ാം തീയതി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വയനാട് ജില്ലയിലുണ്ട്. അദ്ദേഹം ഇവരുടെ വീട് ഉൾപ്പെടെ NM വിജയന്റെ വീട് ഉൾപ്പെടെ സന്ദർശിക്കുന്നു. അതിനുശേഷം സമരസംഘവും മനുഷ്യച്ചങ്ങലയും തീർക്കുന്നുണ്ട്. CPM വ്യാപകമായി സംസ്ഥാന തലത്തിൽ തന്നെ പ്രതിഷേധ രംഗത്തിറങ്ങാനുള്ള തീരുമാനമാണ്. DCCയുടെ മുൻ രതീഷ്, ഇതിനിടയ്ക്ക് ഒന്നിടപെടുകയാണ്. 2 കാര്യങ്ങളാണ്. നേരത്തെ KPCCയുടെ ഉപസമിതി അവിടെ അന്വേഷണത്തിന്റെ ഭാഗമായി കുടുംബം സന്ദർശിക്കുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾക്ക് മാത്രമല്ല മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇതിൽ തീരുമാനമുണ്ടാകണമെങ്കിൽ മറ്റു ചില ഇടങ്ങളിൽ കൂടി ഇത് സംസാരിക്കണമെന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായത്. അതായത് ഇതിലൊരു ഗൗരവ സ്വഭാവം ഉണ്ട് എന്ന് KPCCയുടെ അന്വേഷണ സമിതി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പിന്നാലെയാണ് ഇപ്പോൾ നേതാക്കൾ ഒളിവിലേക്ക് പോകുന്നത്. 2, പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നതായിട്ടുള്ള സൂചനകളുമുണ്ട്. എന്തായിരിക്കും അത് സംബന്ധിച്ചുള്ള നീക്കം? കോൺഗ്രസ് ഇതിനെ ഇനി എങ്ങനെ പ്രതിരോധിക്കും? KPCC എന്ത് രാഷ്ട്രീയ മറുപടിയാണ് മുന്നോട്ട് വയ്ക്കുക?
നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗൗതം വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലായിരിക്കുകയാണ് KPCC നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉപസമിതിയുടെ ചെയർമാനായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, ഞങ്ങൾക്ക് ചില കേന്ദ്രങ്ങളിൽ കൂടി കൂടിയാലോചന നടത്താനുണ്ട് എന്ന് പറഞ്ഞത്. മാത്രമല്ല ഇത് ദേശീയ തലത്തിൽ കോൺഗ്രസിൽ തന്നെ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി എംപിയുടെ മണ്ഡലമായ വയനാട് ജില്ലയുടെ DCCയുടെ ട്രഷററാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിന് ആരോപിതനാവുന്നത് വയനാട്ടിലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായ 15 കൊല്ലമായിട്ട് MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ആ തരത്തിൽ തന്നെ KPCC കാണുന്നുണ്ട്. ആ തരത്തിൽ തന്നെ മറുപടി പറയേണ്ട ബാധ്യതയും അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൗതം. ശരി, വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.